സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് എൻ്റെ അടുക്കളയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യം തീ കത്തിച്ചിട്ട് പോയി. തിരിഞ്ഞ് കഞ്ഞിക്ക് വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും തീ ഈ പരുവായിരിക്കുകയാണ്. ഇനിയും ആദ്യം തൊട്ട് വീണ്ടും കത്തിക്കണം. തീയൊക്കെ കത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കഞ്ഞിക്ക് വേണ്ടി വെള്ളം വയ്ക്കുകയാണ്. കഞ്ഞിക്കല്ല, ചോറ് വയ്ക്കാനാണ്. കഞ്ഞിയാക്കുന്നില്ല, ചോറായിട്ടെടുക്കാനാണ്. പറയുമ്പോഴേ തെറ്റുന്നതാണ്, ക്ഷമിക്കുക. തീ കത്തിക്കണമെങ്കിൽ വല്ല അവാർഡ് വല്ലതും തരണം. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ജോലികളിൽ ഒന്നാണ് തീ കത്തിക്കൽ. എന്നാലും തീ കത്തിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനല്ലാതെ വേറെ ആരാണ് തീ കത്തിക്കാനുള്ളത്? തീയൊക്കെ കത്തി പിടിപ്പിച്ചു. ഇനി കഞ്ഞിയുടെ വെള്ളം അടുപ്പിലോട്ട് വയ്ക്കാം. കഞ്ഞിയുടെ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കിനും അരി എടുത്തുകൊണ്ട് വരാം. അരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കഴുകി അടുപ്പത്തോട്ട് ഇടാം. ഞാൻ 3-4 പ്രാവശ്യം കഴുകുന്നുണ്ട്. ആ അരിയിലെ കളറെല്ലാം പോയി വെളുക്കുന്നിടം വരെ കഴുകും. ഈ കുത്തരിക്ക അകത്തൊക്കെ ആണെങ്കിലും കളറടിച്ച് വെക്കുന്നതാണ്, തവിടൊന്നുമല്ല കാര്യമായിട്ടൊന്നും. ഇതൊക്കെ ഒന്ന് നല്ലതായിട്ട് കഴുകണം. ഇന്ന് ചൂടുവെള്ളമൊന്നും ഒഴിച്ച് ഞാൻ കഴുകുന്നില്ല, പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകുന്നത്. 3-4 പ്രാവശ്യം അങ്ങ് കഴുകിയെടുക്കുക. കുറച്ച് മത്തി മേടിച്ച് ഇതുവഴി പോയത്. അതൊന്ന് തോരൻ വയ്ക്കാം, വെട്ടിയെടുക്കാം. കുറച്ച് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. രാവിലത്തെ കാപ്പിക്ക് വേണ്ടി ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞിക്ക് വെള്ളം വെക്കുന്നതിന് മുമ്പേ ഞാൻ ആട്ട എടുത്ത് കുഴച്ച് വെച്ചിരുന്നു. മയപ്പെടുമല്ലോ, നല്ലതായിട്ട് മയത്തിലിരിക്കുമല്ലോ. ഞാൻ പിന്നെ ഒരു ടിഫിൻ ബോക്സിലേക്ക് ആട്ട കുഴച്ചതെല്ലാം എടുത്ത് അടച്ച് വെച്ചു. ഒരു 2-3 മണിക്കൂറായിട്ട് ഇരിക്കുകയാണ്. ഇത് ഒന്ന് ഉണ്ടാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഞാൻ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്, അതുപോലെ സാമ്പാർ ഇരിപ്പുണ്ട്. ഇതിൽ ആർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് കഴിക്കാം. അമ്മ ഇറച്ചിയും മറ്റും കൂട്ടത്തില്ല. അമ്മയ്ക്ക് സാമ്പാറപ്പം കൊടുക്കാം.
എനിക്ക് മീൻ കറിയുണ്ട്, മോന് ചിക്കൻ കറിയുണ്ട്. അങ്ങനെ കറികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അങ്ങനെ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ മീനൊക്കെ വെട്ടി 7-8 മീനേ ഉള്ളായിരുന്നു, മത്തിയേ ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ 100 രൂപയുടെ മത്തിയെ മേടിച്ചുള്ളൂ. ഇതുവഴി പോയവരോടാണ് മേടിച്ചത്. പക്ഷേ ഇതുവഴി പോകുമ്പോൾ ഭയങ്കര അന്യായമാണ്. അതേസമയം നമ്മൾ ചിറ്റാറ് ചെന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ 1/2 കിലോ മേടിച്ചാൽ തന്നെ ഒരു 10-12 മത്തിയിലും കാണും. അപ്പോഴേ ഇവിടെ തൂക്കത്തിലും കുറവാണ്. പിന്നെ ഞാൻ അത് മേടിച്ച് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു. കഴിഞ്ഞ ദിവസം കറി വെച്ചപ്പം ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഇന്ന് ഞാനതുകൊണ്ട് തോരനാണ് വെക്കുന്നത്. അപ്പം കുറേ പച്ചത്തക്കാളിക്കൊക്കെ അരിഞ്ഞ് തോരൻ വെക്കുകയാണ്. അപ്പം പച്ചത്തക്കാളിക്ക് അരിയുമോ വെക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പച്ചത്തക്കാളിക്ക ഇട്ട് തോരൻ വെക്കുന്നത്. അപ്പോഴേ സ്വല്പം കുടംപുളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം അരിഞ്ഞിട്ട് തോരൻ തയ്യാറാക്കുന്നത്. അപ്പോഴേ തോരനൊന്ന് തയ്യാറാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാണാം. അങ്ങനെ തോരനൊക്കെ പറ്റിച്ചെടുത്തു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, അതും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോഴേ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ തയ്യാറായി. ഇതിലും വലിയ കൂട്ടാനൊന്നും ഞാൻ വയ്ക്കുന്നില്ല, ഇത്രയൊക്കെ മതി. ഇത് തന്നെ ധാരാളം. പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അത് കൂട്ടി കഴിച്ചോളൂ. ഇനി എനിക്ക് കുറച്ചേറെ തുണി അലക്കാനുണ്ട്. അപ്പം തുണി അലക്കാനായിട്ട് ഞാൻ കയറി പോവുകയാണ്. ഇപ്പോഴേ തോട്ടിൽ പോകുന്നില്ല. തോട്ടിൽ പോയി തുണി അലക്കാനൊന്നും നേരമില്ല. അപ്പോഴേ കുറേ തുണി അലക്കി. ഇപ്പം ഓണത്തിന് ഞാൻ പന്തടിച്ചില്ലെന്ന് വേണ്ട, ഇപ്പം ഞാൻ പന്തടിക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് തെറിച്ച് വന്നത്. അത് ഞാൻ ഇട്ടുകൊടുക്കുകയാണത്. കുറേയേറെ തുണികളുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അലക്കിയാണെങ്കിൽ ഷീറ്റ് വരയ്ക്കകത്ത് തന്നെ വിരിച്ചിടുകയാണ്. നല്ല മഴക്കോള് കൊണ്ട് 2-3 പ്രാവശ്യം മഴ പെയ്തു ഇവിടെ. പിന്നെ രാവിലെ നല്ല വെയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും. ഈ ആണ്ട് ഓണത്തിന് നല്ലതായിരിക്കും, ഈ ആണ്ട് ഓണത്തിന് ഭയങ്കര മഴയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയായിട്ടും ഒന്നും തെളിഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ പരിസരം വൃത്തിയാക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഇങ്ങനെ മഴ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും വന്ന് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വെളിയിലൊന്നും വിരിച്ചിടുന്നില്ല. ഞാൻ ഷീറ്റ് വരയ്ക്കകത്ത് തന്നെ തുണി വിരിച്ചിടുകയാണ്. ഇനിയും വെയിൽ കാണുമ്പോഴേ എടുത്തിടാം. അപ്പോൾ കുറച്ചേറെ വിരിച്ചിട്ടു. പിന്നെ ഓരോ ജോലികൾ ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് വന്ന് നനയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ തുണി അലക്ക്. അപ്പോൾ ഈ തുണി കൂടെ അങ്ങ് വരയ്ക്കകത്തോട്ട് വിരിച്ചിടാം. ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് പോയായിരുന്നല്ലോ. അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറേശ്ശെ തുണി അലക്കും വിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ തുണി അലക്ക്. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. 4 മണിയാകാറായി. ഇനി ചായ അനക്കണം. അപ്പോൾ ചായക്ക് ഒരു കടി വേണ്ടേ, അതിന് ചായക്കടി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് കണ്ടു. ഞാൻ ഏത്തയ്ക്ക പൂരി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഏത്തയ്ക്ക ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഏത്തയ്ക്ക പൊരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ മൈദ ഉപയോഗിക്കത്തില്ല. മൈദയ്ക്ക് പകരം ഞാൻ ഗോതമ്പ് മാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് വഴുക പോലെ ആകത്തില്ലേ, അപ്പോൾ ഇതങ്ങനെ ആകത്തില്ല. ഇത് നല്ലതായിട്ട്
നല്ല മുരു വരാനിരിക്കും. അപ്പോഴേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചേർക്കുക പതിവ്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എന്നും പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും ഹൈപ്പ് ചെയ്യുന്നില്ല, ഹൈപ്പോടെ ചെയ്യണേ. അപ്പോഴേ നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ, നിങ്ങളിലാണ് എൻ്റെ കണ്ണ്. അപ്പോഴേ എൻ്റെ കണ്ണ് ഹൃദയവും ഒക്കെ നിങ്ങളാണ്. നിങ്ങൾ എന്നെ വെറുതെ വിടല്ലേ കൂട്ടുകാരെ. അപ്പോഴേ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോഴേ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായി. അതുവരേക്കും എല്ലാവർക്കും മുൻകൂറും ഓണാശംസകൾ. എല്ലാവരും ഓണം നന്നായി ആഘോഷിക്കുക. അതിലുപരി ഓണം നിങ്ങളെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് അതല്ല ഓണത്തിൻ്റെ വില. ഒരു ചോറും ചമ്മന്തിയും മാത്രം ഉള്ളെങ്കിലും ആ വീട്ടിൽ സമാധാനമായി തിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. സമാധാനമായി തിരുന്ന്, അല്ലാതെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, കുറേ വെള്ളമടിക്കും, വീടാകെ അടിച്ചു പൊളിക്കും. അങ്ങനെയല്ല. നിങ്ങൾ ആഹാരത്തിലൊന്നും അല്ല ഈ ഓണം ആഘോഷിക്കുന്നത്. സമാധാനം, ശാന്തി, സന്തോഷം ഒരു കുഴപ്പമില്ല. അത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.